സൈനിക നടപടികളിൽ നിന്ന് അമേരിക്കയും ഇറാനും പിന്നോട്ടു പോകുന്നതിനെ പ്രതീക്ഷയോടെയാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്. ആദ്യം പശ്ചിമേഷ്യയിലേക്ക് സൈന്യത്തെ വിന്യസിച്ച് ഇറാനെ സമ്മർദ്ദത്തിലാക്കിയ ശേഷം ട്രംപ് ആവശ്യപ്പെട്ടതും ആണവ കരാറിൽ ചർച്ച തുടരണമെന്നാണ്. ഇതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. ഒമാനിലെ മസ്കറ്റിൽ വെച്ച് വെള്ളിയാഴ്ചയാണ് ചർച്ച നടക്കുക. അമേരിക്കയും ഇറാനും തമ്മിലുള്ള വിശ്വാസക്കുറവ് ചർച്ചയ്ക്ക് വെല്ലുവിളിയാകുമെന്നാണ് കരുതുന്നത്. തുർക്കിയിൽ വെച്ച് ചർച്ചകൾ നടത്താമെന്നായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഒമാന്റെ ആവശ്യപ്രകാരം ചർച്ച ഒമാനിലേക്ക് മാറ്റുകയായിരുന്നു. മുൻപ് പലതവണ ഒമാനിൽ വെച്ച് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടത്തുകയും വിജയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഒമാനിൽ വെച്ച് ചർച്ച നടത്താൻ ഇറാൻ ആവശ്യപ്പെട്ടത്. അതേസമയം ഇറാനുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടാൽ ശക്തമായി തിരിച്ചടിക്കുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഓപ്പറേഷൻ മിഡ് നൈറ്റ് ഹാമർ ആവർത്തിക്കുമെന്നാണ് അമേരിക്കയുടെ ഭീഷണി. പാകിസ്ഥാൻ ഉൾപ്പെടെ 5 രാജ്യങ്ങൾക്കാണ് ചർച്ചയിലേക്ക് ക്ഷണം. ചർച്ചയിലേക്ക് തങ്ങൾക്ക് ക്ഷണം ലഭിച്ചതായി പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് താഹിർ അദ്രാബി അറിയിച്ചു. പാകിസ്ഥാനെ കൂടാതെ ഒമാൻ, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും ചർച്ചയിൽ പങ്കെടുക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പാക് ഉപപ്രധാനമന്ത്രി ഇസഹാഖ് ദർ ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പാകിസ്ഥാൻ മാധ്യമമായ ഡോണിന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ആണവ വിഷയത്തിലെ കരാറിലെത്താനുള്ള സാഹചര്യം ഇപ്പോഴുണ്ടെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി പറഞ്ഞു. മധ്യപൂർവേഷ്യയിൽ അസ്ഥിരത നിലനിർത്തിക്കൊണ്ട് ഇറാൻ അമേരിക്ക തർക്കം തുടരുന്നുണ്ട്. ചർച്ചകൾക്ക് വഴിയൊരുങ്ങുന്നുണ്ടെങ്കിലും ഇറാനെ ലക്ഷ്യമിട്ട് അമേരിക്ക വൻ സന്നാഹങ്ങൾ ഒരുക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന സൂചന. കഴിഞ്ഞ വർഷം അമേരിക്ക ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതിന് പിന്നാലെ വെടിനിർത്തൽ നിലവിൽ വന്നിരുന്നെങ്കിലും ഇത് ദുർബലമാണ്. ചർച്ചകൾ ലക്ഷ്യം കണ്ടില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന അമേരിക്കയുടെ ഭീഷണിയും നിലനിൽക്കുന്നതിനാൽ യുദ്ധസാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. 2025 ജനുവരിയിൽ ട്രംപ് രണ്ടാമതും ഭരണത്തിലെത്തിയ സമയത്താണ് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം വീണ്ടും പൊട്ടിപ്പുറപ്പെടുന്നത്. ആണവ കരാറായിരുന്നു സംഘർഷത്തിന് കാരണം. കരാർ വീണ്ടും അംഗീകരിക്കണമെന്ന് അമേരിക്ക പറഞ്ഞിരുന്നുവെങ്കിലും ഇറാൻ ഇത് അംഗീകരിച്ചില്ല. പിന്നാലെ ഇറാന് മേലെ അമേരിക്ക കൂടുതൽ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി. 2025 ഏപ്രിൽ പല ചർച്ചകളും നടത്തിയെങ്കിലും അമേരിക്കയുടെ ഭീഷണിസ്വരത്തിന് പിന്നാലെ ഇതൊന്നും ഫലം കണ്ടില്ല. 2025 ജൂണിൽ ഇറാൻ ഇസ്രായേൽ യുദ്ധം നടക്കുമ്പോൾ അമേരിക്ക ഇറാനുമേൽ ബോംബാക്രമണം നടത്തിയിരുന്നു. ഇതിനോടുള്ള പ്രതികാരമെന്ന നിലയിലെ ഖത്തറിലെ അമേരിക്കൻ താവളത്തിൽ ഇറാൻ ആക്രമണം നടത്തി. എന്നാൽ ആളപായമൊന്നും ഉണ്ടായിരുന്നില്ല. അന്ന് അമേരിക്കയ്ക്ക് ഇറാനുമായി വെടിനിർത്തൽ അംഗീകരിക്കുകയും ചെയ്തു. പക്ഷേ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുതയ്ക്ക് കുറവുണ്ടായില്ല. അതിനിടെ ചൊവ്വാഴ്ച അറബിക്കടലിൽ അമേരിക്കൻ വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കൺ നേരെ വന്ന ഇറാന്റെ ഷാഹേദ് എന്ന ഡ്രോണിനെ അമേരിക്കയുടെ യുദ്ധവിമാനം വെടിവെച്ചിടുകയും ചെയ്തു. ഈ സംഭവം മേഖലയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഇതിന് പിന്നാലെ ഹോർമുസ് കടലിടുക്കിൽ US ടാങ്കറിനെ ഇറാൻ തടയാൻ ശ്രമിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇതിനിടെയാണ് നയതന്ത്ര ചർച്ചകൾക്ക് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും തയ്യാറായത്. ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഖ്ചി, ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എന്നിവർ ചർച്ചകൾക്ക് നേതൃത്വം നൽകും. ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണറും പങ്കെടുക്കും. സൗദി അറേബ്യ, ഖത്തർ, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങളും ഈ സമാധാന ശ്രമത്തെ സ്വാഗതം ചെയ്തു. അമേരിക്ക ഡ്രോൺ വെടിവെച്ചിട്ടെങ്കിലും അതിൽ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ തങ്ങൾക്ക് സുരക്ഷിതമായി ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇറാൻ പറയുന്നത്. കൂടാതെ മറ്റ് 2 ഡ്രോണുകൾ കൂടി വിക്ഷേപിച്ചതായും അമേരിക്കൻ പടക്കപ്പലുകളുടെ ഓരോ ചലനവും തങ്ങളുടെ നിരീക്ഷണത്തിലാണെന്നും ഇറാൻ അവകാശപ്പെടുന്നു. അമേരിക്കൻ കപ്പൽ വ്യൂഹത്തിൽ എബ്രഹാം ലിങ്കണിന് പുറമെ 12 വെസലുകളും 3 യുദ്ധവിമാനങ്ങളും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന കൃത്യമായ വിവരങ്ങളാണ് ഇറാൻ പുറത്തുവിട്ടിരിക്കുന്നത്. ഇത് അമേരിക്കയ്ക്ക് മേൽ ഒരു മാനസികാധിപത്യം സ്ഥാപിക്കാനുള്ള ഇറാന്റെ തന്ത്രമായി വിലയിരുത്തപ്പെടുന്നു. 2 ഇറാനിയൻ ഗൺബോട്ടുകളും 1 ഡ്രോണും എത്തി വെല്ലുവിളിച്ചതായി അമേരിക്കൻ സെൻട്രൽ കമാൻഡും പിന്നീട് സ്ഥിരീകരിച്ചു. ഒമാനിൽ നിന്ന് 16 നോട്ടിക്കൽ മൈൽ വടക്കോട്ട് സഞ്ചരിക്കുമ്പോൾ ഇറാന്റെ റവല്യൂഷണറി ഗാർഡുകളുടെ 3 ജോഡി സായുധ ബോട്ടുകൾ അമേരിക്കൻ എണ്ണക്കപ്പലിനെ സമീപിച്ചതായി ബ്രിട്ടീഷ് സമുദ്ര സുരക്ഷാ സ്ഥാപനമായ വാൻഗാർഡ് ടെക്കും ഇതിന് പിന്നാലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.